പ്ലസ് ടുന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിലാണ് കൊടുത്തത്. ആ 10th എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഹ്യൂമാനിറ്റീസാണ് നോക്കുന്നത്. അയ്യോ സയൻസ് ആൻറ്റി, എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. ഞാനാണെങ്കിൽ അത്ര നോക്കുന്നില്ല. ആ നേഴ്സിംഗ് അല്ലേ, നേഴ്സിങ്ങിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് UPSC എക്സാമൊക്കെ എഴുതണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് പ്രിഫർ ചെയ്യുന്നത്. ഹ്യൂമാനിറ്റീസ് നല്ല സബ്ജക്റ്റ് അല്ലേ, എല്ലാവരും എടുക്കുന്ന സബ്ജക്റ്റ് അല്ലേ ആൻറ്റി? ഓ ആൻറ്റിയുടെ മോൾ ഏതാ എടുക്കുന്നത്? ഓ ആൻറ്റിയുടെ മോൾ നേഴ്സിംഗ് ആണോ? അല്ല അവൾക്ക് അത്ര നല്ല മാർക്കൊന്നും കണ്ടിട്ടില്ല. ഓ മാനേജ്മെൻറ്റിലാണോ? ഓക്കെ ഓക്കെ. ആ നേഴ്സിംഗ് പഠിക്കാനാണല്ലേ? ആ ഓക്കെ ഓക്കെ. അല്ല എനിക്ക് ഹ്യൂമാനിറ്റീസാണ് താല്പര്യം, എനിക്കതാ ഇഷ്ടം. അല്ല ആൻറ്റി, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഏതാ സബ്ജക്റ്റ് എടുക്കുന്നതെന്നുള്ളത്. എനിക്കതാ താല്പര്യം. സയൻസും കൊമേഴ്സൊക്കെ എടുത്തവർ മാത്രമല്ലല്ലോ ഒന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. അയ്യോ അമ്മ എന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അമ്മ സപ്പോർട്ടാണ് എനിക്ക്. ഓക്കെ. ആ അവൾക്ക് അത്ര മാർക്കൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ മാനേജ്മെൻറ്റിലൊക്കെ ചേർത്ത് സയൻസൊക്കെ എടുത്തിട്ട് നല്ല രീതിക്ക് പാസ്സാവട്ടെ. ആ ഓക്കെ. ആൻറ്റിയുടെ ഇഷ്ടമായിരുന്നോ? ആ അവൾക്ക് ഏതായിരുന്നു ഇഷ്ടം? ഓ അവൾക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്നായിരുന്നോ? അതെ അതെ. ആ സയൻസ് എടുക്കാൻ ആൻറ്റിയുടെ ഇഷ്ടമാണെന്നല്ലേ? ഓക്കെ. ആ രക്ഷപ്പെടട്ടെ. നേഴ്സിംഗ് ആണല്ലേ? ആ ഞാൻ എന്തായാലും UPSC സിവിൽസ് അങ്ങനെ എന്തെങ്കിലും എക്സാംസ് ഒക്കെ നോക്കുന്നില്ലോ. അല്ല ആൻറ്റി, ഓരോരുത്തരുടെ തീരുമാനമല്ലേ. ഇനിയിപ്പോൾ ആൻറ്റി എത്ര പറഞ്ഞാലും ഞാനത് മാറ്റാനൊന്നും പോകുന്നില്ല. ഇവർ ഈ ആൻറ്റിമാർ പറയുന്ന പോലെ ഹ്യൂമാനിറ്റീസ് അത്ര മോശമാണോ? സോ മോശമാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ സയൻസ് എടുത്തവർ മാത്രം വലിയ പഠിപ്പിസ്റ്റാണോ? സോ കമൻറ്റ്.